റിയ റീൽസ് കണ്ടോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു അലേർട്ട് വന്നു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ സോംബി വൈറസ് ഈസ് സ്പ്രെഡിംഗ് ഇൻ ഇന്ത്യ ആൻഡ് ആർ ടേക്കിംഗ് കൺട്രോൾ ഓഫ് എവറിത്തിങ്. പെട്ടെന്ന് ആ ഓഫീസർ തലകറങ്ങി താഴെ വീഴുന്നു. പിന്നെ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്നു. ഇതെന്നാ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. അവൾക്ക് പേടിയാകുന്നു. ഇതിനെല്ലാം കുറെ മുമ്പ് സോംബി വൈറസ് സ്പ്രെഡ് ആകുന്നുണ്ടെന്നും നമ്മുടെ നാട്ടിൽ തന്നെ സോംബികൾ ഉണ്ടെന്നും ജാഗ്രത പാലിക്കുക, ഭയം വേണ്ട, ഗവൺമെന്റ് പറയുന്നു. ഗവൺമെന്റിന് അറിയാം ഇത് കൈവിട്ടു പോയ വലിയ പ്രശ്നമാണെന്ന്. അവർ ഫസ്റ്റ് സ്റ്റേജ് പ്ലാൻ ആരംഭിച്ചു. ആൾക്കാർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നത്, സോംബികൾ പെറ്റു പെരുകുന്നത് തടയാൻ വേണ്ടി പുതിയൊരു സംഭവം വന്നു, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. അതുപോലെ ഇന്ത്യയുടെ RCH. പിന്നെ ഒരു മെയിൻ കാര്യം, ഈ സോംബി വൈറസ് ഉള്ളവരുമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഭയങ്കര അസുഖങ്ങൾ പിടിക്കും. ഇൻഫെക്റ്റ് ആയി കുറച്ച് സമയം മാത്രമായവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഒരു വർഷമൊക്കെ കഴിഞ്ഞാലാണ് അവരുടെ ആ വൃത്തികെട്ട തനി രൂപം പുറത്തു വരാൻ തുടങ്ങത്തുള്ളൂ. വൈറസ് സ്പ്രെഡ് ആകുന്നതിന്റെ ഏറ്റവും വലിയ മെയിൻ റീസൺ ഇതാണ്. ഈ ഡേഞ്ചർ തടയാൻ വേണ്ടി ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ അമ്നിയോസെന്റസിസ് ടെസ്റ്റ് ചെയ്താൽ അച്ഛൻ സോംബി ആണോന്ന് കണ്ടുപിടിക്കാം. കാര്യങ്ങൾ സീരിയസ് ആയാൽ ഈ ബോധവൽക്കരണം കൊണ്ടൊന്നും ഒന്നും നടക്കത്തില്ല. നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ CDRI സേഫ്റ്റി ഗുളിക ഉണ്ടാക്കി. ഇതെന്തിനാണ്? ആ സോംബികൾ നോർമൽ ഹ്യൂമൻസുമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നോ എന്ന് പറഞ്ഞാൽ പോരെ? അവിടെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അവരെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായ അവരപ്പ തന്നെ തനി രൂപം എടുത്ത് ഇവരെ കൊല്ലും. റിയനെ റീസെന്റ് ആയിട്ട് അഫക്റ്റ് ആയ ഒരു സോംബി ഡേറ്റിന് വിളിക്കുന്നു. ഇവൻ എന്നെ ഇത്രയും പെട്ടെന്ന് ഡേറ്റിന് വിളിക്കുന്നേ? ഞാൻ അത്ര സുന്ദരിയാണോ? അവന്റെ സ്വഭാവത്തിൽ എന്തോ വ്യത്യാസമുണ്ട്. പക്ഷെ അവനെ കാണാൻ നോർമൽ പോലെ ഇരിക്കുന്നേ. ഇനി അവൻ എഫക്റ്റ് ആയിട്ട് കുറച്ച് നാളെങ്ങാനും ആയി കാണത്തുള്ളൂ. അവൾക്ക് ജീവനിൽ പേടിയാകാൻ തുടങ്ങി. എങ്ങനെ രക്ഷപ്പെടും? അവൾ പേടിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ഈ ലോകം മൊത്തം ഇത്രയും സോംബി ആയത്? 1947 മുതൽ 2011 വരെ ഇന്ത്യയിൽ 350 മില്യൺ ടു 1.2 ബില്യൺ പോപ്പുലേഷൻ ആയി. 2% ഗ്രോത്ത് റേറ്റ്. ഇതിൽ മിക്കവരും സോംബികളാണ്. സാധാരണ മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല. പക്ഷെ എങ്ങനെ? അവൾ ഓരോന്നോരോന്നായി കണ്ടുപിടിക്കാൻ തുടങ്ങി. അവരുടെ ആ പ്ലാൻ ഇവൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഈ സോംബികൾ വന്നതോടുകൂടി ഡെത്ത് റേറ്റ് കുറഞ്ഞു. കുട്ടികൾ മരിക്കുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും അമ്മമാര് മരിക്കുന്ന മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞു. ഇതെങ്ങനെ? സോംബികൾക്ക് പെറ്റുപെരുകാനാണ് ഇതെല്ലാം. കുറച്ചു നാൾ കഴിഞ്ഞു. ഗവൺമെന്റിന് മനസ്സിലായി ഇനി ഇവരെ നശിപ്പിച്ചില്ലെങ്കിൽ നോർമൽ ഹ്യൂമൻസ് എന്ന് പറയുന്ന ആരും കാണത്തില്ല. ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്ലാൻ നടത്താൻ തുടങ്ങി. നമുക്ക് രണ്ട് കല്യാണത്തിന്റെ വയസ്സ് 18 നിന്ന് 21 വർദ്ധിപ്പിച്ചു. ചെറിയ കുടുംബങ്ങൾക്ക് ഇൻസെന്റീവുകൾ കൊടുത്തു. ഈ സോംബികൾ പെറ്റുപെരുകാതിരിക്കാനാണിത്. ഉറങ്ങുന്ന റിയ ഞെട്ടി എഴുന്നേറ്റു. അതൊരു പേടി സ്വപ്നമായിരുന്നു. എനിക്ക് സോംബി ആകണ്ട, എന്തും ചെയ്ത് രക്ഷപ്പെടണം. അവൾ ഇതിനെ തടയാനുള്ള എല്ലാ വെപ്പൺസും ബെസ്റ്റ് ടെക്നിക്സും നോക്കി. പക്ഷേ ഒരു പെർഫെക്റ്റ് വെപ്പൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ അറിഞ്ഞോണ്ട് ഉഴപ്പിയാൽ പോലും ഈസി ആയിട്ട് കുറഞ്ഞ ടൈമില് ഉറപ്പായിട്ടും +2 ഈ ഓണം എക്സാമിന് 30% എങ്കിലും മിനിമം നിങ്ങളുടെ മാർക്ക് കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ തന്ന പൈസ മൊത്തം റിട്ടേൺ അപ്പൊ തന്നെ പറയുന്ന അക്കൗണ്ടിലോട്ട്. ഒരാഴ്ചയിൽ 5 പേർക്ക് മാത്രം അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനുമായിട്ടുള്ള കോള് വേഗം ബുക്ക് ചെയ്യുക. മണി ഗ്യാരണ്ടി ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കും? അവക്ക് ഓരോന്നോരോന്നായി ഉത്തരം കിട്ടാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് നോർമൽ ഹ്യൂമൻസിന്റെ കുട്ടികളെ ഉണ്ടാക്കാൻ ഒരു പ്രശ്നവും വരില്ല. എളുപ്പമായിരിക്കണം, വർക്കിംഗ് ചാൻസ് കൂടുതലായിരിക്കണം. ഇങ്ങനൊരു വെപ്പണാണ് വേണ്ടത്. ഇതിനും റിയ വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് പിന്നെ പറയാം. അവൾ ചിന്തിച്ചു, അവളുടെ മെൻസ്ട്രുവേഷന്റെ 10 മുതൽ 17ാമത്തെ ദിവസത്തിൽ പോകാൻ പാടില്ല. അപ്പോഴാണ് ഓവം റിലീസായി പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ റിയ ഇപ്പൊ പ്രഗ്നന്റ് ആയി ഒരു നോർമൽ ഹ്യൂമനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് കുഞ്ഞിന് പാല് കൊടുക്കുന്ന ടൈമിൽ അപ്പോഴും ഇവൾ സോംബിയെ പ്രഗ്നന്റ് ആകില്ല. പിന്നെ ആ സോംബി ചെറുക്കൻ കോയിറ്റസ് ഇന്ററപ്റ്റസ് ടെക്നിക് ഉപയോഗിക്കത്തില്ലെന്ന് ഇവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അതിലും ഇവൾ വിശ്വസിച്ചില്ല. കാരണം പെറ്റുപെരുകലാണല്ലോ ഈ സോംബികളുടെ ലക്ഷ്യം. എങ്കിലേ ഈ ലോകം കൈയെടുക്കാൻ പറ്റൂ. അവൾ ഓർത്തു, ഇതല്ലേ ഏറ്റവും എഫക്റ്റീവ് ആയത്. ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് നിരോധ് എന്ന് പറഞ്ഞ്. അതൊട്ടും സേഫ് അല്ല. അത് അവൻ കാണും. കണ്ടാൽ ജീവൻ തന്നെ പ്രശ്നമാകും. അത് ഫീമെയിലിന്റെ ആയാലും അവൻ കണ്ടുപിടിക്കും. IUD ആണ് ഏറ്റവും നല്ല മെത്തേഡ്. അവൻ ഒരിക്കലും കാണാൻ പറ്റില്ല. അതെന്നാ? ഇൻട്രാ യൂട്രൈൻ ആണ്. യൂട്രസിന്റെ ഉള്ളിൽ ലിപ്പിൾസ് ലൂപ്പ്, കോപ്പർ ടീ പോലെ. പക്ഷെ ഇത് നടക്കില്ല. ഇപ്പോ രാത്രി 2 മണിയാണ്. രാവിലെ അവൻ വിളിച്ചിട്ടുള്ളപ്പോൾ ഇപ്പൊ എവിടെ സർജറിക്ക് പോകാനാണ്? അപ്പോ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഇനി ഒന്നേ ഉള്ളൂ, ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കാം. അതും പറ്റില്ല. കുറെ നാൾ മുമ്പ് തുടങ്ങിയാലേ അതും വർക്കാകത്തുള്ളൂ. ഇതിപ്പോ ഒന്നും നടക്കത്തില്ല. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവൾ വിചാരിച്ചു, എല്ലാം കൂടി വെട്ടിക്കണ്ടിച്ച് കളഞ്ഞാലോ, ട്യൂബെക്ടോമി ആൻഡ് വാസക്ടോമി ചെയ്താലോ? ഇതിനൊക്കെ വലിയ സൈഡ് എഫക്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് റിയ അനുഭവിക്കാൻ തുടങ്ങി. എമർജൻസി ടാബ്ലറ്റ് എന്ന് പറഞ്ഞ് മേടിച്ച സാധനം പണി കൊടുത്തു. സൈഡ് എഫക്ട് ഭയങ്കര അപകടകാരി
പറയുകയാണ്, ഛർദി, വയറുവേദന, ബ്ലീഡിങ്, ബ്രസ്റ്റ് ക്യാൻസറിന് പോലും സാധ്യത. അയ്യോ, ഞാൻ പ്രഗ്നന്റ് ആയേ. എന്ത് ചെയ്യും? റിയയ്ക്ക് ജീവനിൽ ഭയം വരുന്നു. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, MTP ചെയ്യണം, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പെട്ടെന്ന് ഈ സോംബി കുഞ്ഞിനെ കളയണം. സെക്കൻഡ് ട്രൈമസ്റ്ററിനുള്ളിൽ കളഞ്ഞില്ലെങ്കിൽ ഇവളുടെ ജീവൻ തന്നെ ആപത്താണ്. ഇവൾ മരിക്കും. ആശുപത്രിയിലേക്ക് അവൾ 9 മാസത്തെ ഗർഭിണിയായി ഓടുന്നു. ഫുൾ സ്പീഡിൽ അവൾ ഓടുന്നു. അയ്യോ, കാറ്! ഇത് സ്വപ്നമായിരുന്നോ? സമയം എത്രയായി? രാവിലെ 5 AM ആയി. ഇന്ന് 10-നാണ് അവൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് ടെൻഷൻ കൂടിയിട്ട് വിയർക്കുന്നു. വാട്സപ്പ് മെസ്സേജ് വരുന്നു. അവന്റെ മെസ്സേജ് ആണ്, എനിക്ക് നിന്നെ ലാസ്റ്റ് ആയിട്ടൊന്ന് കാണണം. ലാസ്റ്റ് ആയിട്ടോ? ഇവനിത് എന്ത് പറ്റി? അവൾക്ക് പേടിയാവുന്നു. തൊട്ടടുത്ത് ജനലിൽ കൂടെ അവൾ പുറത്തേക്ക് നോക്കുന്നു. വീടിന്റെ അടുത്ത് എങ്ങാനും വന്നോ? അവൻ അടുത്ത മെസ്സേജിൽ പറയുന്നു, എനിക്ക് STD പിടിച്ചു. അവൾ കരഞ്ഞു. ദൈവത്തിന് താങ്ക്സ് പറഞ്ഞു. STI ഈസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സോംബികൾ മുഴുവൻ ഹ്യൂമൻസിനെയും സോംബി ആക്കാത്തതിന്റെ ഒറ്റ കാരണം ഇതാണ്. കുറച്ച് സാധാരണ മനുഷ്യരെങ്കിലും ഇന്ന് അവശേഷിക്കുന്നെങ്കിൽ അതിന്റെ ഒറ്റ കാരണം ഇതാണ്. ഇങ്ങനത്തെ അസുഖം പിടിച്ചാൽ അവരുടെ സോംബി സമൂഹത്തിൽ വലിയ 2 റൂൾസ് ഉണ്ട്. 1, STI പിടിച്ചാൽ നീ എല്ലാവരോടും പറയണം. 2, ഇനി സോംബികളെ നിനക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല. ഇത് സോംബികൾക്ക് പിടിക്കാൻ 4 വലിയ കാരണമുണ്ട്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ സോംബികളുടെ ലോകം പിടിച്ചടക്കാനുള്ള അടുത്ത വലിയ ബിഗ് ഈവിൽ പ്ലാൻ നമുക്ക് മനസ്സിലാകത്തില്ല. അൺസേഫ് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, ഇൻഫെക്റ്റഡ് സൂചികളിലൂടെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. പക്ഷെ റിയയ്ക്ക് പിന്നെ നെഞ്ചു പടയ്ക്കാൻ തുടങ്ങി. ഇനി ഇതെങ്ങാനും മാറിപ്പോയി കുറയുന്ന STI ആണോ? കുറഞ്ഞു കഴിഞ്ഞ എന്റെ അവസാനമാ, അല്ലെങ്കിൽ കുറയാത്ത STI ആണോ? ദൈവമേ, മെസ്സേജ് ചെയ്യുന്നു. ഏതാണ് STI? എന്തുപറ്റി? അവൻ ലിസ്റ്റ് ഇട്ട് 3 പേര് പറയുന്നു. എനിക്ക് AIDS ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്, ജെനിറ്റൽ ഹെർപ്പീസ് ഉണ്ട്. അവൾ ദീർഘശ്വാസം വിട്ടു. ഇത് 3ഉം കുറയാത്തതാണ്. റിയ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ത്യ സോംബികളുടെ കയ്യിലായി. ഞാൻ നേരത്തെ പറഞ്ഞ STI പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു? ഇൻഫെർട്ടൈൽ ആയവർ, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവരെ വരെ സോംബി വൈറസ് കൊണ്ട് ഇൻഫെക്റ്റ് ആക്കി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ ഇവർ പഠിച്ചു. ഈ ലോകം മൊത്തം ഇനി അവർ കീഴടക്കും. പക്ഷെ എങ്ങനെ പിള്ളേരുണ്ടാകാത്തവരെ ഇവർ സോംബി പിള്ളേരെ ഉണ്ടാക്കിപ്പിക്കും? അവരുടെ ഈ പ്ലാൻ ഒന്ന് വായിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, അതാണ് ഇവർ ഉപയോഗിക്കുന്നത്.